ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു വ്ളോഗാണ്. ഇപ്പം ഞാൻ എണീറ്റ് ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനൊരുമാതിരി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇവളെന്നൊരു ക്യാമ്പിന് പോവാണ്. അപ്പോഴത്തേക്കും ഒരു ലീഗൽ എയ്ഡ് ക്യാമ്പിനാണ് പോകുന്നത്. നമ്മൾ ലോയേഴ്സിന് അങ്ങനെ ലീഗൽ എയ്ഡ് ക്യാമ്പൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൂറൽ ആയിട്ടുള്ള കുറച്ച് ഏരിയസിൽ നമ്മൾ പോയിട്ട് അവർക്ക് ലീഗൽ എയ്ഡ് ലോയിനെ പറ്റിയിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക. അതാണ് ബേസിക്കലി ലീഗൽ എയ്ഡ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പോയതായിരുന്നു. മാഡം ഇന്നാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അവിടെ കുർത്തയൊക്കെ എടുത്തിട്ട് ഞാൻ എണീറ്റ് നേരെ ഡ്രസ്സ് മാറിയത്. എനിക്ക് പോയിട്ട് ബ്രഷ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാർവതി വരുന്നുണ്ട്, സൗമ്യ വരുന്നുണ്ട്, എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു പാർവതിനെ കണ്ടിട്ട് കുറേ ആയി, ലൈക്ക് ഒരു 2-3 മാസമായി കാണും. അതെനിക്ക് അത്യാവശ്യം കുറേ, അത് കുറേ അല്ലേ ഗൈസ്? അത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണുന്ന കാര്യം പറയുമ്പോൾ അത് കുറേ അല്ലേ? അപ്പം അവളിപ്പോൾ താഴെപ്പം എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കുർത്തി എടുത്തിട്ട് ഇനി ബ്രഷ് ചെയ്യണം. അതുകൊണ്ടാണ് എൻ്റെ അമ്മ കാണുമ്പോൾ ഓർക്കും നീ എന്തിനാ ഡ്രസ്സ് എടുത്തിട്ടോ, നീ ബ്രഷ് ചെയ്തിട്ടില്ലേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറയും. പക്ഷെ അതൊരു സാഹചര്യം മൂലമാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടത്. അമ്മ വേറൊന്നും അല്ല, അമ്മ പേടിക്കണ്ട, ഞാനിവിടെ ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ എന്താണ് പരിപാടിയൊക്കെ ചെയ്യട്ടെ, ബ്രഷ് ചെയ്യട്ടെ, എന്നിട്ട് റെഡി ആയിട്ട് അവളെ പോയിട്ട് കാണാം. അവൾ എത്തി ഓൾറെഡി ബാംഗ്ലൂർ. അവളവിടെ ഇങ്ങോട്ട് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക എൻ്റെ സ്ഥലത്തേക്ക്. ഓക്കെ അമ്മ, ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അഞ്ജന നീ പറ. അവള് ചുമ്മാ പറയുന്നോ, അവൾക്ക് എന്നോട് വിരോധമായതെന്നോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൊ നമുക്ക് റെഡി ആവണ്ടേ? പല്ലൊക്കെ തേച്ചിട്ടിരിക്കുക. ഞാൻ റെഡിയായി. ഇനി ജസ്റ്റ് ചുമ്മാ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കൊക്കെ തന്നെ ഇടുന്നുണ്ടാവുള്ളൂ. എനിക്ക് വയ്യെന്ന് ഒരുങ്ങിപ്പോവാൻ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇന്ന് വെറും 3 പീരീഡേ ഉള്ളൂ. 3 പീരീഡിൽ നമ്മുടെ കാര്യം കഴിയും. കാരണം സാറ്റർഡേ ആണ്, ഹാഫ് ഡേ ആണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പം ഞാൻ പാർവതിനെ ഇവിടെ ബാൻഡേജ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ പോവാണ്. എനിക്ക് അറ്റൻഡൻസ് വേണം. എന്നിട്ട് ഞാൻ പിന്നെ വേഗം വരും. ആ 3 ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഓടി വരും. എന്നിട്ടാണ് പിന്നെ അപ്പോൾ ആദ്യം ഇപ്പോൾ രാവിലെ അവളെ ഞാൻ കാണിക്കും. അപ്പോൾ അവൾ ഏതൊരു സുമൻ ഇലക്ട്രിക്സിൽ പോയി നിൽപ്പുണ്ട്. അവളുടെ ഒരു ലൊക്കേഷൻ മറ്റേ അവൾ വേറെ ഏതോ ലൊക്കേഷനിലാണ് പോയി നിൽക്കുന്നത്. ഇതാണ് പാർവതി, നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ പോട്ടെ. അയ്യോ, യെസ്, അപ്പൊ വന്നോ. എവിടുന്നാ കെട്ടിയെടുത്തിരിക്കുന്നത്? അന്ന് നമ്മൾ ഫെയർവെൽ കൊടുത്തില്ല, അന്ന് ഹൈദരാബാദിൽ. ആ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ആക്ച്വലി 2000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നീയും വേണമായിരുന്നു. ഞാൻ ഇന്നലെ 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. നീ എൻ്റെ വീഡിയോ കണ്ടില്ലല്ലേ തെണ്ടി? അവളെൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, എൻ്റെ അവൾക്ക് റീച്ച് ആണെന്ന്. ആക്ച്വലി നമ്മൾ 1000 ആയപ്പോൾ നിൻ്റെ കൂടെ അല്ലേ സെലിബ്രേറ്റ് ചെയ്തേ. ഇന്നലെ ഞാൻ വെറുതെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആക്ച്വലി ഇന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. സാരമില്ല, ഇവർക്ക് യോഗ ഇല്ലാന്ന് ഓർക്കാം. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോട്ടെ. ഇത് ക്ലോസപ്പ് ആണോ? അപ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പാർവതിനെ അബാൻഡൻ ചെയ്തിട്ട് കോളേജിൽ പോകണം. ബിക്കോസ് നമുക്ക് കോളേജിൽ പോകണം എന്തായാലും. എന്നിട്ട് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പം നമുക്ക് അവിടെ പിന്നെയും കാണാം. അപ്പം എനിക്ക് വിശന്നിട്ട് വയ്യ, പോയി ഫുഡ് കഴിക്കണം വേഗം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോളേജിലേക്ക് നേരത്തെ കുറച്ച് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് വിശക്കാണ്. അപ്പം നമുക്ക് കോളേജിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആ സമയത്ത് ഇച്ചിരി ജങ്ക് കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാനൊരു ചിക്കൻ ബർഗറും ഒരു ഐ തിങ്ക് ഓറഞ്ച് സോഡയാണ് കുടിച്ചത്. ഓറഞ്ച് സോഡ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാങ്ക്. ഞങ്ങളുടെ കോളേജിൽ ഇത് ഓറഞ്ച് സോഡ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ശരിക്കും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കാണ്, അത്രയേ ഉള്ളൂ. നല്ല തണുത്ത ടാങ്ക് കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെയാണ് കഴിച്ചത്. പിന്നെ എന്താ, അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചതിന് ഇനി ക്ലാസ്സിൽ പോകണം. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കും, ആൾക്കാരൊക്കെ എന്നെ ചിലപ്പോൾ ഇങ്ങനെ നോക്കി ഈ പെണ്ണിനെന്താ പറ്റി, ഈ പെണ്ണിനെ വല്ല ലൂസും വല്ലതും ആണോ എന്നുള്ള രീതിയിൽ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും കൂടെ, ആ കൂടെ 3-6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ കറങ്ങി നിൽക്കുമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് എന്തൊക്കെയാണ് പരിപാടി, സാറ്റർഡേ ആയിട്ട് എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനത്തെ കുറേ കലാപരിപാടികൾ സംസാരിക്കുമായിരുന്നു. അതൊരു ഓപ്പൺ മൈക്ക് ആയിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് വേണമെങ്കിൽ പോയി പാടാം, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പം എന്തായാലും അതിന് ശേഷം എല്ലാവരും കൂടെ നന്ദിനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ സൗമ്യനെ കാണാൻ പോകണം. അവൾ കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറിവിളിയായിരുന്നു. അപ്പോൾ സൗമ്യനെ കാണാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് മസാല ദോശ മേടിച്ചതാണ്.
അപ്പൊ നമ്മളവിടെ എത്തി. അവർക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവർക്ക് മസാല ദോശ വേണമെന്നായിരുന്നു പറഞ്ഞ്. അങ്ങനെ നമ്മൾ മസാല ദോശ വാങ്ങി. അതിന്റെ ഇപ്പൊ എത്തി. ഇപ്പൊ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നെ തെറി വിളിച്ചിട്ട് എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഭയങ്കര ഫയറിങ്. മര്യാദക്ക് ഇപ്പൊ വന്നോന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ വരാം സോറിടാ അതുകൊണ്ട് മര്യാദക്ക് ബെറ്റർ ബിഹേവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പെരുപ്പിച്ചിട്ടാണ് വിട്ടേക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് സോറി ഒക്കെ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പറയോ കീപ് ഇറ്റ് ഗേൾ. നിന്റെ ഫയർ ഒന്നും കാണുന്നില്ലല്ലോ. ഐ വാസ് ടെല്ലിങ് ദം നീ ഭയങ്കര എന്നെ ചൂടായി എന്റെ അടുത്ത്. എന്നെ അടിച്ചു കൊല്ലുന്നൊക്കെ പറഞ്ഞു. എന്നെ ഒന്നും കാണുന്നില്ലല്ലോ. മുടിയൊക്കെ മുറിച്ച് പാവം കൊച്ചിന് പനിയായിരുന്നു കേട്ടോ, വയ്യാണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് രാക്കിയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് ആൽബി ഞങ്ങളുടെ വേറെ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോഴത്തേക്ക് അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് പനി പിടിച്ചിട്ട് ഇങ്ങനെ സമയത്താണെങ്കിൽ ഇവളുടെ സംസാരത്തിന് ഇവൾക്കൊരു കുറവുമില്ല. ഇവള് പറയുന്നത് നമ്മളെ ആക്കുന്നതിന് ഇവൾക്കൊരു കുറവുമില്ല. അങ്ങനെ ഗൈസ്, ഇതിപ്പോ ഒരു ബന്ധമില്ലാത്തൊരു വീഡിയോ പോലെ തോന്നും. പക്ഷെ അന്നത്തെ വ്ളോഗ് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100,000 കണക്കിന് പ്ലാൻ ഉണ്ടായിരുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ 100,000 കണക്കിന് പ്ലാൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ മനസ്സിലായ കാര്യമാണ്. പക്ഷെ ഞാൻ പിന്നെയും ട്രൈ ചെയ്യും. സാരമില്ല, പിന്നെയും പ്ലാൻ ചെയ്യാം, പിന്നെയും നടക്കുന്നു ഓർത്തിട്ട്. പക്ഷെ എല്ലാ സമയം അത് ഫ്ലോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യം ആണെങ്കിലും പാർവതി വന്നു, സൗമ്യ വന്നു, എല്ലാവരും. സൗമ്യക്കാണെങ്കിൽ വയ്യ, സൗമ്യക്കാണെങ്കിൽ പനിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ചുമയും പനിയും പോലെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ബാംഗ്ലൂർ എല്ലാവർക്കും പനിയാണ്. അതുപോലെ തന്നെ പാർവതിക്കാണെങ്കിലും അവൾക്ക് വേറൊരു ഫ്രണ്ടിനെ കാണാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നു പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്നാണെങ്കിൽ മൺഡേ അവൾക്ക് എന്തോ ക്ലാസ്സിലെന്തോ കോളേജിലെന്തോ ഒരു ഇവന്റ് എന്തോ വന്നു. അപ്പോഴത്തേക്കും അവൾക്ക് പോകേണ്ടി വന്നു ഉടനെ. അപ്പോഴത്തേക്കും ഞാൻ ആരായെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. ദൈവമേ, ഞങ്ങളാണെങ്കിൽ മൺഡേ എന്തായാലും അടിച്ചു പൊളിക്കാം, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം, അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കുമായിരുന്നു. വേറെ ആർദ്ര എന്ന് പറഞ്ഞ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് നടന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടമായി. മര്യാദയ്ക്ക് ഒരു ദിവസം മര്യാദയ്ക്കൊന്നും കൂടാൻ പറ്റിയില്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് പുറത്തോണം. എനിക്കതൊക്കെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാം ഡ്രസ്സപ്പ് ചെയ്തൊക്കെ പോയി. ഞങ്ങളെല്ലാം ഗേൾസ് മാത്രം എന്ന സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഓരോ കാവടി കാണിക്കണത് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമാണ്. അപ്പം എല്ലാ ഗേൾസും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താ പറയുക, കുറേ പേര് ഒരു ഗേൾ ഗ്യാങ് കൂടുമ്പോൾ നല്ല രസമാണ്. യൂഷ്വലി ബോയ്സ് ഗ്യാങ് കൂടുമ്പോൾ രസമുള്ള പോലെ തന്നെ ഗേൾസ് ഗ്യാങ് കൂടുമ്പോൾ വേറെ ഒരു രസമാണ്. അങ്ങനെ അതൊന്നും നടന്നില്ല ഗൈസ്. അപ്പം ആ വ്ളോഗ് അവിടെ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തിന് നമ്മൾ ഇതുവരെ എടുത്ത വ്ളോഗല്ലേ, അപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓർത്ത്. എന്നപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളോട് എൻ്റെ സത്യാവസ്ഥ പറയാം, എന്താണ് ആക്ച്വലി നടന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി നടന്നത്. ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഞാൻ വളരെ സൂൺ ഞാൻ ഹൈദരാബാദിലേക്ക് പോകുന്നതായിരിക്കും. എൻ്റെ എയിം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ് എൻ്റെ ഇത്. സ്വന്തം കാശിന് പോകാന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം ഹൈദരാബാദിലേക്ക് ഞാൻ ഉടനെ പോകുന്നതായിരിക്കും. ആ സമയത്ത് ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ഗൈസ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് നിങ്ങളുടെ ലവിന്. അപ്പോൾ എന്തായാലും ബൈ, ടാറ്റാ.